ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലെ കുഞ്ഞ് അടുക്കളത്തോട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കാണിച്ചത് നമ്മുടെ പാവയ്ക്കയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി പിടിച്ചതാണ്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ പച്ചമുളക്. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതും ഈ പച്ചമുളകാണ്. നമുക്ക് ഇന്ന് വരെ പച്ചമുളക് പുറത്ത് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇഷ്ടം പോലെയാണ് പച്ചമുളക് പിടിക്കുന്നത്. ഇപ്പം നമ്മൾ കുറേ വിളവൊക്കെ ഇതിനകത്ത് നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളതാണ്, എന്നിട്ടും ഇത്രയൊക്കെ നിൽപ്പുണ്ട്. കുറേ നമ്മൾ പറിച്ച് മാറ്റി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കും പിന്നെ എൻ്റെ അനിയത്തി അവളുടെ വീട്ടിലേക്കും ഒക്കെ കുറേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണിത്. അപ്പം അധികം നാളൊന്നും ആയില്ലെങ്കിലും കുറേ ആയിട്ടുണ്ട്. ഇപ്പോഴും നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാന്താരി നമ്മുടെ വീട്ടിൽ മുമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അധികം കാന്താരി പിടിക്കുന്ന കുറവാണ്. എന്താ എനിക്ക് സീസണൽ എന്നൊന്നും അറിയില്ല. എന്നാലും ഇഷ്ടം പോലെ മുമ്പ് പിടിക്കുമായിരുന്നു ഈ പച്ചമുളക് പോലെ. പക്ഷെ ഇപ്പം എന്തോ കാന്താരി പിടിക്കുന്നത് ഭയങ്കര ശോകമാണ്. പിന്നെ വന്നിട്ട് നമ്മളിപ്പോൾ റീസെൻ്റ്ലി പിടിച്ച നമ്മുടെ പാവയ്ക്കാണ്. ഫസ്റ്റ് നമ്മൾ കണ്ട പാവയ്ക്ക, ഇപ്പോൾ രണ്ടാമത്തെ പാവയ്ക്കാണിത്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു, അതവിടെ കിടക്കെടുത്തു. പിന്നെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇത് പിടിച്ച് കിടക്കുന്നതാണ്. പിന്നെ നമ്മുടെ വേപ്പിലയുണ്ട്. വേപ്പിലയും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പച്ചമുളകാണ് നമുക്ക് എന്നാലും കുറേ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിൽ പിടിച്ച് കാണുന്നത്. എന്തോ മണ്ണിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല. നമ്മളധികം നന്നായിട്ടൊന്നും അധികം വളം അങ്ങനെ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് കൊടുക്കാറില്ല. നമ്മൾ നനച്ച് കൊടുക്കും, പിന്നെ അല്ല അങ്ങനെയൊക്കെ ഉള്ളു. എന്നാലും പക്ഷേ പച്ചമുളക് നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പറിച്ചെടുത്തതാണ് കുറച്ച് പച്ചമുളക്, 3-4 ഇങ്ങനെ പഴുത്ത് കിടന്നത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് വാഴയാണ്. വാഴ നല്ല തെങ്ങ് പോലെ മേലോട്ട് പോകുന്ന വാഴയാണ് ഇത്. പച്ചക്ക ടൈപ്പ് വാഴയാണ്. പച്ചക്ക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്ക, അതിൻ്റെ വാഴയാണ്. പിന്നെ പഴുപ്പിച്ചൊക്കെ കഴിക്കാൻ നല്ലതാണ്. പഞ്ഞി പോലത്തെ പഴമാണ്. അപ്പം അത് നമ്മൾ ഒത്തിരി കൊല വെട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന്. ഇപ്പം ഞാൻ വന്നപ്പോൾ കണ്ടത് ഇപ്പോൾ ഇതൊരെണ്ണം പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ഇപ്പം ഒരുവിധമൊക്കെ ആകാറായിട്ടുണ്ടെന്ന് തോന്നുന്നു, വലുതായിട്ട്. പിന്നെ നമുക്കുള്ളത് ഈ പപ്പരയാണ്. ഒരു നീളം പപ്പരയാണ്. എനിക്കറിയില്ല ഇത് ഏത് ടൈപ്പ് ഓഫ് പപ്പരയാണെന്ന്. നീളം പപ്പരയാണ്. നമ്മളിപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ പഴുപ്പിച്ച് എടുക്കുകയും പിന്നെ നമ്മൾ കറിക്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പപ്പരങ്ങ. പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് കറ്റാർ വാഴയും ഈ പച്ചമുളകിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ഇല്ല ഗൈസ്. ഇപ്പോൾ 1-2 തയ്യേ ഉള്ളൂ. ബാക്കിയൊക്കെ കുറേ ഫ്രണ്ട്സും അല്ലെങ്കിൽ അടുത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ അവർ കൊണ്ടുപോകാറുണ്ട് ചോദിച്ച് തയ്യൊക്കെ. അങ്ങനെ ഇപ്പോൾ കുറവാണ്. ഇപ്പം ഇത് കാണുന്നത് നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളകിനെ കുഞ്ഞു കുഞ്ഞു തയ്യായിട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ പച്ചമുളകൊക്കെ അച്ഛനാണ് നോക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അമ്മയും 2 പേരും കൂടെയാണ് പച്ചമുളകിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. പച്ചമുളക് ഇഷ്ടം പോലെ പിടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ തയ്യാണ് ഈ കാണുന്നത്. അടുത്ത വീഡിയോ ആയിട്ട്